നമസ്കാരം. രാഹുൽ ഗാന്ധിക്ക് ഇതാ കണ്ടകശനിയാണ്. ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവമാനിക്കുന്നു. അതിനുശേഷം ദേശീയ ഗാനത്തിൽ രാഹുൽ ഗാന്ധി ഒരു വട്ടനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നു. ഇതാ അലഹബാദ് ഹൈക്കോടതി CBI അന്വേഷണം ഉടനെ തന്നെ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വ വിഷയം. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ BJP നേതാവ് S. വിഘ്നേശ്വർ ശിശിർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വത്തിനു പുറമെ ബ്രിട്ടീഷ് പൗരത്വവും ഉണ്ടെന്നും അതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്നാണ് വിഘ്നേഷ് ശിശിർ അലഹബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വം സംബന്ധിച്ച് ഹർജിക്കാരൻ നൽകിയ നിവേദനം സർക്കാർ പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കണമെന്നും അന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നടപടിയെല്ലാം തന്നെ ഇപ്പോൾ പരിശോധിച്ച് വരികയാണെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ SP പാണ്ഡെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ ഇക്കാര്യത്തിലെടുത്ത നിലപാട് അറിയിക്കാൻ കോടതി ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ അത്താവൂർ റഹ്മാൻ മസൂദി, സുഭാഷ് വിദ്യാർത്ഥി എന്നിവരടങ്ങിയ ഹൈക്കോടതിയുടെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിസംബർ 19 അടുത്ത വാദം കേൾക്കുമ്പോൾ ആഭ്യന്തര മന്ത്രാലയം എടുത്ത തീരുമാനം എന്താണെന്ന് അലഹബാദ് ഹൈക്കോടതിയെ അറിയിക്കണമെന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2022 VS ശർമ്മ സമർപ്പിച്ച ഹർജിയും ശിശിറിന്റെ ഹർജിയിൽ പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസ് നേതാവിന്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ആവശ്യപ്പെട്ടതായി ബാർ ആൻഡ് ബെഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ സമാനമായ ആവശ്യവുമായി ശിശിർ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. പൗരത്വ നിയമം 1955 പ്രകാരം കോമ്പറ്റീഷൻ അതോറിറ്റിയെ സമീപിക്കാനായിരുന്നു കോടതി അന്ന് വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെ ഇരട്ട പൗരത്വം സംബന്ധിച്ച UK സർക്കാരിന്റെ ചില രഹസ്യ ഇമെയിലുകളും മറ്റ് രേഖകളും തന്റെ കൈവശമുണ്ടെന്നാണ് ശിശിർ അന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം. ആ വാദത്തിൽ മേലാണ് അലഹബാദ് ഹൈക്കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷിച്ച് എന്ത് നടപടിയാണ് എടുത്തെന്ന് അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 തവണ കോമ്പറ്റീഷൻ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്നാണ് ശിശിർ വീണ്ടും കോടതിയെ സമീപിച്ചത്. രണ്ടാമത്തെ ഹർജിയിലാണ് വിഷയം CBI അന്വേഷിക്കണമെന്ന ആവശ്യം കർണാടകയിൽ നിന്നുള്ള BJP നേതാവ് ഉന്നയിച്ചത്. സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത ഹർജിയിൽ CBIയുടെ അന്വേഷണം ഡൽഹി യൂണിറ്റ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമായതിനാൽ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇറ്റാലിയൻ പൗരത്വമാണ് എന്ന രീതിയിലുള്ള രാഹുൽ ഗാന്ധിക്ക് വിദേശ പൗരത്വമാണ് എന്ന രീതിയിൽ പണ്ട് മുതലേ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി വിദേശത്തൊരു കമ്പനി ഉണ്ടായിരുന്നു, ബാങ്കോപ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലെല്ലാം തന്നെ ആദായനികുതി വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിദേശ പൗരൻ എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തായാലും 2 രാജ്യങ്ങളുടെ പൗരത്വം കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് CBI ഈ സംഭവം ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ മുതൽ തന്നെ CBIയുടെ ഡൽഹി യൂണിറ്റ് ഒരു ടീമായി കേസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വമാണോ എന്നത് കൂടുതൽ സംബന്ധിച്ച് ഡിസംബർ 19 അന്തിമമായ ഒരു തീരുമാനം നമുക്ക് അറിയാൻ സാധിക്കും.